എ ഉണ്ട്, ബി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും ജാഗ്രത പുലർത്തുന്നതാണ്, സി പൊതുവിതരണവും കുടിവെള്ള വിതരണവും PPP വ്യവസ്ഥയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് PPP വ്യവസ്ഥ പ്രകാരമുള്ള പദ്ധതികളും നടപ്പിലാക്കേണ്ടി വരും. ഡി പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുന്നതിനായി കേരള സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന PPP കരട് നയത്തിന് താഴെ പറയുന്ന മേഖലകളിലാണ് പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികൾ സാധ്യമാക്കാവുന്നത്. 1. കാർഷിക മേഖല, 2. ലഘു ധാതു വികസനം, കുടിവെള്ളം, വ്യവസായ ആവശ്യത്തിനുള്ള ജലവിതരണം, വിദ്യാഭ്യാസവും അനുബന്ധ സൗകര്യങ്ങളും, മത്സ്യബന്ധനവും അനുബന്ധ സൗകര്യങ്ങളും, വാതക വിതരണവും അനുബന്ധ ജോലികളും, ആരോഗ്യമേഖല, ഭവന നിർമ്മാണം, വ്യാവസായിക പാർക്കുകളും പ്രത്യേക സാമ്പത്തിക മേഖലയും, വിവര സാങ്കേതിക പ്രോജക്റ്റുകൾ, ഉൾനാടൻ ജലപാതകൾ, ജലസേചനം, ഭൂമി പുനരുദ്ധാരണ പ്രോജക്റ്റുകൾ, തുറമുഖങ്ങൾ, പവർ സിസ്റ്റംസ്, റോഡുകളും പാലങ്ങളും, കരമാലിന്യ സംസ്കരണം, സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി പ്രോജക്റ്റുകൾ, നഗര ഗതാഗതം, അഴുക്കുചാൽ നിർമ്മാണം. എന്നാൽ ഇവയിൽ കുടിവെള്ളം, അഴുക്കുചാൽ നിർമ്മാണം എന്നീ മേഖലകളിൽ PPP വ്യവസ്ഥയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ 22 കാര്യങ്ങൾ. അതിൽ തന്നെ 2 കാര്യങ്ങളിൽ നമ്മൾ ഇതിനകത്ത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ പല സ്കീമുകളും നമ്മൾ വിജയകരമായി നടത്തുന്നുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് അത് PPP മോഡൽ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, സിയാൽ മോഡൽ തന്നെയാണ് നമ്മൾ പറയുക. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ പൊതു പങ്കാളിത്തത്തോടുകൂടി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഏറ്റവും വിജയകരമായ ഒരു പ്രോജക്റ്റാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് ഈ നിലയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ തലസ്ഥാന വികസന പദ്ധതി അത് UDF ഗവൺമെൻറ് തുടങ്ങി വെച്ചു. LDF ഗവൺമെൻറ് അതിൻ്റെ നടപടികളുമായി മുമ്പോട്ട് പോയി. അതൊരു വേറൊരു മോഡലാണ്. അതും ഒരു ഏജൻസി വന്ന് അത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഇതാക്കുന്നു. അതിന് ടോള് പിരിക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് ആനുവിറ്റി ബേസിൽ അതിൻ്റെ തുക അടച്ച് ആ പ്രശ്നങ്ങൾ തീർക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ വികസന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ബദൽ മാർഗമായിട്ടാണ് PPP കാണുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറുന്നെന്നോ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ കൈകഴുകുന്നെന്നോ ആരും ധരിക്കേണ്ട. ഗവൺമെൻറ്റിൻ്റെ സ്ഥാനവും ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം കൂടുതൽ വേഗത്തിൽ ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗം കൂടി നമ്മൾ കണ്ടെത്തുന്നു. അത് മാത്രം PPP മോഡല് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ PPPയുടെ ഒരു കരട് നയം നമ്മൾ പ്രസിദ്ധീകരിച്ചിരിക്കുക. അപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷമാണ് നമ്മളത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുക. അപ്പോൾ അതിനകത്ത് എല്ലാ സാധ്യതകളും നമ്മൾ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ സേവനങ്ങൾ അത് തുടരും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഗവൺമെന്റിന്റെ ഈ റിസോഴ്സസിന്റെ കുറവുണ്ട്. അപ്പം ഗവൺമെന്റ് റിസോഴ്സസ് കൊണ്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന് നമുക്ക് മറ്റൊരു മാർഗം, ബദൽ മാർഗം കൂടി നമ്മൾ